ക്ഷേത്ര ഫണ്ട് ക്ഷേത്രങ്ങൾക്കായി മാത്രം 246 കോടിയുടെ പദ്ധതികൾ റദ്ദാക്കി. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിരുന്ന 246 കോടി രൂപയുടെ വികസന പദ്ധതികൾ മുഖ്യമന്ത്രി വിജയ് നയിക്കുന്ന TV സർക്കാർ റദ്ദാക്കിയിരിക്കുകയാണ്. ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വരുമാനം ആഡംബര പദ്ധതികൾക്കോ വാണിജ്യ ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കാതെ ക്ഷേത്രങ്ങളുടെ നവീകരണത്തിനും ഭക്തർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുമായി നീക്കിവെക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോവ്മെന്റ് വകുപ്പിന്റെ കീഴിൽ വരാനിരുന്ന 46 പദ്ധതികളാണ് സർക്കാർ റദ്ദാക്കിയത്. 115.77 കോടി രൂപ ചിലവിൽ നിർമ്മിക്കാനിരുന്ന 29 വിവാഹ മണ്ഡപങ്ങൾ, 130.08 കോടി രൂപയുടെ 17 വാണിജ്യ സമുച്ചയ പദ്ധതികൾ പരാജയപ്പെട്ടു. ഈ പദ്ധതികളിൽ ഭൂരിഭാഗവും മുൻ DMK സർക്കാരിന്റെ കാലത്ത് അനുമതി ലഭിച്ചെങ്കിലും ഇതുവരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നില്ല. ഇവയിൽ പല പദ്ധതികളും നിയമപരമായ തടസ്സങ്ങളും നേരിടുന്നത് അവ അവസാനിക്കുന്നത് ക്ഷേത്രങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നും സർക്കാർ വിലയിരുത്തി. അതിനാൽ വാണിജ്യ താൽപര്യങ്ങൾ മാറ്റിവെച്ച് ക്ഷേത്രങ്ങളുടെ പൈതൃക സംരക്ഷണത്തിനും ഭക്തരുടെ ക്ഷേമത്തിനും മുൻഗണന നൽകാനാണ് വിജയ് സർക്കാരിന്റെ നീക്കം. സർക്കാരിന്റെ ഈ തീരുമാനത്തിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട്. വിവാഹ മണ്ഡപങ്ങളും ഷോപ്പിംഗ് കോംപ്ലക്സുകളും നിർമ്മിക്കുന്നത് ക്ഷേത്രങ്ങൾക്ക് ഭാവിയിൽ വരുമാനം നൽകുന്ന സാധാരണക്കാർക്ക് കുറഞ്ഞ ചിലവിൽ വിവാഹങ്ങൾ നടത്താൻ ഇത് സഹായിക്കുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം. എന്നാൽ ക്ഷേത്ര സ്വത്ത് മതപരമായ കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന നിലപാടിലാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. ക്ഷേത്രങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി ഉടൻ തന്നെ പുതിയ സർക്കാർ പ്രഖ്യാപിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. അതേസമയം മുൻ AIADMK ഭരണകാലത്തും ക്ഷേത്ര ഭരണകൂടം നിയന്ത്രിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളരെ കാലം അവിടെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും 2025 AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി K പളനിസ്വാമി ക്ഷേത്ര ഫണ്ട് വാണിജ്യ ആവശ്യങ്ങൾക്കായി ചിലവഴിക്കേണ്ടതിന്റെ ആവശ്യകതയെ ചോദ്യം ചെയ്തിരുന്നു. ക്ഷേത്രങ്ങൾ പാപ്പരാകുന്നത് തടയാൻ ഈ നീക്കം സഹായിക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ DHനോട് വ്യക്തമാക്കി. HR ആൻഡ് CE വകുപ്പ് പരിഷ്കരിക്കരുതെന്ന് ആരും വാദിക്കില്ല. ക്ഷേത്ര ഫണ്ടുകൾ വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കരുതെന്നാണ് ചിന്ത. കൂടാതെ ജിയോ ശരിയായ ആത്മാർത്ഥതയോടെയാണ്. വരും ആഴ്ചകളിലും മാസങ്ങളിലും ഇത്തരം കൂടുതൽ നീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് വൃത്തങ്ങൾ പറഞ്ഞത്. എന്നിരുന്നാലും വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളെയും കോളേജുകളെയും ഇത് ബാധിക്കില്ലെന്ന് വൃത്തങ്ങൾ പറഞ്ഞു. ക്ഷേത്രങ്ങളെ സർക്കാർ നിയന്ത്രണത്തിൽ നിന്ന് മോചിപ്പിക്കാൻ പോരാടുന്ന നിരവധി വലതുപക്ഷ സംഘടനകളും പ്രവർത്തകരും ഈ നീക്കത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അതേസമയം ക്ഷേത്രങ്ങൾ വ്യക്തികൾക്ക് കൈമാറണമെന്ന് ആഗ്രഹിക്കുന്ന BJPയുടെ ആശയങ്ങൾ TVK സർക്കാർ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് പലരും അറിയാൻ ശ്രമിച്ചു. ക്ഷേത്രങ്ങളുടെ ഭരണത്തിൽ സുതാര്യത കൊണ്ടുവരുന്നതിനായി DMK സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചു. രേഖകൾ ഓൺലൈനായി അപ്ലോഡ് ചെയ്തും കൈയേറ്റം ചെയ്യപ്പെട്ട ആയിരക്കണക്കിന് ഏക്കർ ക്ഷേത്രഭൂമി തിരിച്ചുപിടിച്ചു. അതേസമയം MK സ്റ്റാലിൻ ഭരണകൂടത്തിന് കീഴിലുള്ള തമിഴ്നാടിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള TVK സർക്കാരിന്റെ ധവളപത്രം കോപ്പിയടിയെന്ന് DMK ആരോപണം നടത്തിയിരുന്നു. വിജയ് സർക്കാരിന്റെ ധവളപത്രം അന്നത്തെ AIADMK സർക്കാരിന്റെ സാമ്പത്തിക കാര്യങ്ങൾ പരിശോധിച്ച DMKയുടെ സ്വന്തം 2021 ധവളപത്രത്തിൽ നിന്നും ധാരാളം കടമെടുത്താണെന്നും അവകാശപ്പെടുന്ന DMKയുടെ എതിർ റിപ്പോർട്ട് ഇന്ത്യ ടുഡേ ആക്സസ് ചെയ്തു. ഫോറൻസിക് താരതമ്യം 8 വിഭാഗത്തിലുള്ള വാചക ഘടനാപരമായ പകർപ്പുകളെ താരതമ്യം ചെയ്യുന്നു. DMK റിപ്പോർട്ട് പറയുന്നു. ഈ ആഴ്ച ആദ്യം TVK സർക്കാർ ഒരു ധവളപത്രം പുറത്തിറക്കി. തമിഴ്നാടിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക ബാധ്യതകൾ ഏകദേശം 13.18 ലക്ഷം കോടി രൂപയായി ഉയർന്നതായും കഴിഞ്ഞ 5 വർഷത്തിനിടെ സംസ്ഥാനത്തിന്റെ കുടിശ്ശിക നേരിട്ടുള്ള കടം ഏകദേശം ഇരട്ടിയായി ഏകദേശം 10 ലക്ഷം കോടി രൂപയെ വർദ്ധിച്ചതായും അവകാശപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.